ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആദർശനോട് കനക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ, നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്കറിയാം എൻ്റെ മോൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മോളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ അമ്മായിയമ്മയുടെ സ്നേഹം ഒന്ന് കിട്ടാനാ. ആ അമ്മയൊന്ന് എൻ്റെ മോളെ അംഗീകരിച്ചിരുന്നെങ്കിൽ പിന്നെ എൻ്റെ മോൾക്ക് ഈ ലോകത്തൊന്നും വേണ്ട. എൻ്റെ മോള് ഒരുപാട് നല്ല മനസ്സുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണ് അവളെ വെറുക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിലും അവള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും അവളെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ മോനെ. വിഷമിക്കണ്ട അമ്മേ, എല്ലാവർക്കും പറ്റും. നോക്കിക്കോ, എൻ്റെ അമ്മ നയനെ തിരിച്ചറിയുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും എൻ്റെ അമ്മ നയനയെ ഉള്ളം കൈ കൊണ്ട് നടക്കും. എനിക്കതിൽ നല്ല ഉറപ്പുണ്ട്, നല്ല വിശ്വാസമുണ്ട്. അയ്യപ്പസ്വാമി ഉറപ്പായിട്ടും എൻ്റെ അമ്മയെ എൻ്റെ നയനയും ഒന്നിപ്പിക്കും. എന്നാൽ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇനി എൻ്റെ അമ്മ നയനയെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമായിരിക്കും നയനയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവുക. ആദർശ് പോയി കഴിഞ്ഞതും നമ്മുടെ കനക ആലോചിക്കുകയാണ്, എൻ്റെ ഈശ്വര, എൻ്റെ മോക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ, അവൾക്ക് കൂട്ടായിരിക്കണേ. ഈശ്വര, ഇത്ര നേരമായിട്ടും നവ്യ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ മോളെ. അത് പിന്നെ ചേച്ചിയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലമ്മേ. എന്ത് ചെയ്യാനാ, ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചേച്ചി വരാത്തത്. ചേച്ചി വരാതിരിക്കുന്നത് നല്ലത്. ഈ സമയത്ത് ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ചേച്ചിയുടെ മനസ്സോടെ വിഷമിക്കും. അത് ശരിയാ. എന്തു ചെയ്യാനാ, അവളിപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നതുകൊണ്ട് സന്തോഷത്തിലായിരിക്കും. അവനും കൂടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. പാവം, നടക്കട്ടെ. എങ്ങനെയെങ്കിലും അഭിമോനൊന്ന് സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു എൻ്റെ മോള്. അത് സാധിച്ചപ്പോൾ സന്തോഷമായി. എനിക്കിപ്പോൾ എല്ലാം കൊണ്ടും മനസ്സ് തൃപ്തിയാണ് മോളെ. പക്ഷേ എൻ്റെ നയനമോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് പേടി. നവ്യമോൾക്ക് മിടുക്കുള്ളതുകൊണ്ട് അവളുടെ അമ്മയെ അവൾ പിടിച്ചു നിർത്തും ഏതെങ്കിലും രീതിയിൽ. എന്നാൽ എൻ്റെ നയനമോൾ അങ്ങനെയല്ല. എത്രയൊക്കെ കുത്തുവാക്കുകൾ കേട്ടാലും അവൾ പ്രതികരിക്കാതെ നിൽക്കും. അതാ എൻ്റെ സങ്കടം. എൻ്റെ മോക്ക് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര. ഒന്നും സംഭവിക്കില്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കെ, ചേച്ചിക്ക് ദൈവം കൂട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് വീട്ടിലെത്തിയതും, എന്തായി മോനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇപ്പം കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ടില്ല എന്നും പറയുക. പാവം ദേവയാനിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലേ മോനെ. മോൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ടാണോ? അതെ മുത്തശ്ശ, മൊത്തത്തിൽ അങ്ങോട്ട് വിഷമ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. പേടിക്കണ്ട മോനെ, ദേവയാനിക്ക് സംഭവിക്കില്ല. അല്ല, ദേവയാനിക്ക് കരൾ കൊടുക്കാന്നും പറഞ്ഞ് വന്ന ലിവർ കൊടുക്കാന്നും പറഞ്ഞ് വന്ന ആ പെൺകുട്ടിയെ ഞാനൊന്ന് കണ്ടില്ലല്ലോ. ആ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ മോനെ? കഴിഞ്ഞു വെച്ചാ. ഇപ്പോൾ ആ കുട്ടി മയക്കത്തിലായിരുന്നു, ഞാൻ കയറി കണ്ടായിരുന്നു. ആണോ? പാവം, എന്തായാലും 10-25 വയസ്സേ ഉള്ളൂ, എന്നിട്ടും സഹായിക്കാനായിട്ട് ഇറങ്ങി വന്നല്ലോ. അതൊക്കെ നല്ല മനസ്സാ മോനെ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും ആദർശ മനസ്സിൽ, അതെ, എൻ്റെ നയനയ്ക്ക് നല്ല മനസ്സാ. അതുള്ളതുകൊണ്ടാണ് അവളത് കൊടുത്തത്. ഇല്ലായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. മോനെന്താ ആലോചിക്കുന്നേ? പിന്നെ ആ ലിവർ ദാനം ചെയ്ത പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണം. ഞാനും ഹോസ്പിറ്റലിലേക്ക് വരാം മോനെ. അതൊന്നും വേണ്ട മുത്തശ്ശന് വയ്യാതിരിക്കുമല്ലേ. ആ സമയത്ത് മുത്തശ്ശന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കേട്ടതും, എന്തൊക്കെയായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. ഇനിയിപ്പോൾ ദേവയാനിയുടെ സ്വഭാവം കൂടെ ഒന്ന് മാറ്റിയാൽ മതി. നയന മോളെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ പിന്നെ ദേവയാനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. നയനമോളെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് ദേവയാനി ഓരോന്ന് ചെയ്യുന്നത്. അതെനിക്കും അറിയാം മുത്തശ്ശ. എന്ത് ചെയ്യാനാ, അമ്മയുടെ മനസ്സ് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ മുത്തശ്ശ. ഞാനൊന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ഡ്രസ്സ് എടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോകണം. അല്ല മോനെ, നയനമോൾ എവിടെ എന്ന് മുത്തശ്ശി ചോദിക്കുക. അത് കേട്ടതും, നയന ഹോസ്പിറ്റലിലുണ്ട് മുത്തശ്ശി. അവിടെ നിന്ന് നേരെ വീട്ടിലേക്കേ പോകുള്ളൂ, അവളുടെ വീട്ടിലേക്ക്. അയ്യോ, അതെന്താ അങ്ങനെ? അത് പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അവളോട് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളയമ്മയും അപ്പച്ചിയും ഒക്കെ കുത്തുവാക്കുകളുണ്ട്, അവളെ ഒന്നുകൂടെ വേദനിപ്പിക്കും. പിന്നെ അനാമികയും ഇപ്പോൾ കൂട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്കൊന്നും വരണ്ട, കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നോട്ടേന്ന്. പിന്നെ എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി കണ്ടാൽ മതിയല്ലോ മുത്തശ്ശ. അത് ശരിയാ മോനെ, പാവം മോള് ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇവിടെയുള്ളവരുടെ വായിൽ നിന്നും കേൾക്കുന്നത് എന്തൊക്കെ വാക്കുകളാ. അതൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ.
എന്തായാലും മോനെ ഈ തീരുമാനം നല്ലതാ, ഉറപ്പായിട്ടും മോൾക്ക് സന്തോഷമാവും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും ആദർശ് എന്നാൽ ശരി മുത്തശ്ശ, ഞാൻ പോയി ഡ്രസ്സ് എടുക്കട്ടെ, അതിനുശേഷം അമ്പലത്തിലൊന്ന് പോകണം, അമ്മയുടെയും നയനയുടെയും പേരിൽ ശയനപ്രദർശനം നടത്താമെന്ന് നേർന്നിട്ടുണ്ട്. അത് കേട്ടതും അതെന്തിനാ മോനെ, നിന്റെ അമ്മയ്ക്ക് അസുഖമാണ്, നയനയുടെ പേരിൽ എന്തിനാ ശയനപ്രദർശനം? അത് കേട്ടതും അത് പിന്നെ അമ്മയും നയനയും ഇങ്ങനെ അകന്ന് ജീവിക്കുമല്ലോ മുത്തശ്ശ, അതുകൊണ്ട് അവർ രണ്ടുപേരും സ്നേഹത്തോടെ എത്രയും പെട്ടെന്ന് ഒന്നിക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ നേർന്നതാ മുത്തശ്ശ. അതെന്തായാലും നല്ല കാര്യം മോനെ, ഭഗവാനെ കൈവിടണ്ട, ഭഗവാനെ കൈവിടാതിരുന്ന ഉറപ്പായിട്ടും അവർ തമ്മിൽ ഒന്നിക്കും. എൻ്റെ നയനമോളെ ദേവയാനി ഒരുപാട് സ്നേഹിക്കും, അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും നിൽക്കുന്നത് ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് ആദർശ് മുകളിലേക്ക് പോയി. ഈ സമയം മുത്തശ്ശൻ എന്നാലും നയനമോളുടെ കാര്യം ഭയങ്കര ഒരു കഷ്ടമല്ലേടോ വസുന്ധരെ? അതെ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാ, നയനമോൾ ഒരു പാവമായതുകൊണ്ടാണ് എല്ലാം ക്ഷമിച്ച് സഹിച്ചും ഇവിടെ നിൽക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങിപ്പോയാനായിരുന്നു, നമുക്ക് വേണ്ടിയാ മോളെല്ലാം സഹിച്ച് നിൽക്കുന്നത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ്. ദേവയാനിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ദേ ചിലപ്പോൾ ഇനി ലിവർ മാറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ലെന്നാണ് തോന്നുന്നേ. അതെന്താ കാര്യമില്ലാത്തത്? അത് പിന്നെ ഈ വിഷമേ കൂടിയ വിഷമാ, ഉള്ളിൽ ചെന്നതുകൊണ്ട് ചിലപ്പോൾ മരിച്ചു പോകുന്ന തോന്നുന്നേ. അത് കേട്ടതും ഈശ്വര, അച്ഛനിത് എന്തൊക്കെയാ പറയുന്നേ? ആദ്യം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിക്കില്ല, മരണവേദന മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാൽ മരിക്കില്ലെന്നല്ലേ. ഇപ്പോൾ നേരെ തിരിച്ചു പറയുന്നു. എൻ്റെ മോളെ, ഞാൻ പറഞ്ഞത് സത്യ, മരണവേദന അനുഭവിക്കും, പക്ഷേ അത് ദേവയാനിയുടെ വയസ്സുള്ളവരല്ല, ഈ നവ്യയുടെ വയസ്സുള്ളവരാ അങ്ങനെ പറ്റുന്നത്. പിന്നെ ദേവയാനിയുടെ വയസ്സ് ഒരു 40-45 കാണും. അതുകൊണ്ട് അവർക്ക് ഇത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയും ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നത്. നവ്യയുടെ വയറ്റിലായിരുന്നു മരുന്ന് ചെന്ന് പെട്ടതെങ്കിൽ അവളുടെ കിഡ്നി ലിവറും എല്ലാം മാറ്റി വയ്ക്കേണ്ടി വന്നായിരുന്നു. പിന്നെ അതുമല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞും പോകുമായിരുന്നു എന്നൊക്കെ പറയണം. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അനാമിക ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ കരളദാനം ചെയ്യാം എന്നാ പെൺകുട്ടിക്ക് പൈസയൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. എന്നാലും ഒരു കോടിയെങ്കിലും കൊടുക്കായിരുന്നു. 1 കോടിയോ? അനന്തപുരിക്കാർക്ക് കോടികളൊന്നും അത്ര വലിയ പ്രശ്നമല്ല ചാ. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ മോളെ, 1 കോടി പോയിട്ട് ഒരു 50 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ നമുക്കത് ലോട്ടറിയാ. എന്നാൽ അനന്തപുരിക്കാരത് അറിഞ്ഞു തരില്ലല്ലോ. അതുകൊണ്ട് മോളിനി ഇവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ പോയി നിൽക്ക്. ആ ഉപേന്ദ്രൻ്റെ പണം കൊടുക്കാനുള്ള സമയമായി. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും അനന്തപുരിയിലേക്ക് കയറി വരും. അങ്ങനെ വന്നാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനിയുടെ സ്വഭാവം മാറും, നിങ്ങളോടുള്ള സ്നേഹം കൂടും. പിന്നെ നടന്നത് തന്നെ ഒന്ന് പോച്ചാ അല്ല, നടക്കുന്ന കാര്യമല്ലോ ഉണ്ടേ പറ. ദേ അതെന്താടി മോളെ, അനി നിന്റെ ഭർത്താവല്ലേ, അപ്പം പിന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ? അവൻ എൻ്റെ ഭർത്താവോ? എൻ്റെ കഴുത്തിൽ പേരിനൊരു താലി കെട്ടി, അതല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു വിധ ബന്ധവും ഇല്ല. അവൻ്റെ മനസ്സിൽ ആ നന്ദു ഉള്ളിടത്തോളം കാലം എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല ചാ എന്നും അനാമിക പറയുക. എൻ്റെ മോളെ, അവിടെയാണ് നിന്റെ കഴിവ് നീ തെളിയിക്കേണ്ടത്. അവനെ കയ്യിലെടുത്ത് അവൻ്റെ കുഞ്ഞിനെ നീ വയറ്റിൽ ചുമന്നാൽ പിന്നെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ. അതുകൊണ്ട് എന്ത് സഹിച്ചും ക്ഷമിച്ചും അവൻ നിന്റെ ഒപ്പം നിൽക്കും. അതാണ് നമ്മൾക്കുള്ള ഏക ആശ്രയം. അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എൻ്റെ ഒപ്പം ജീവിക്കാൻ വരില്ല അച്ഛാ. അവൻ്റെ മനസ്സ് നിറയെ നന്ദുവാ ആ മൊട്ടേച്ചി എന്നൊക്കെ പറയണം. അത് കേട്ടതും എന്നാലും മോളെ, ദേ ഞാനൊരു കാര്യം പറയാം, അവസാനം നമുക്കൊന്നും നഷ്ടപ്പെടരുത്. നീ എങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചാൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ. എന്നാൽ പിന്നെ ഞാനൊന്ന് ഹോസ്പിറ്റലിലും പോയിട്ട് ദേവയാനി വലിയമ്മയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഇവിടെയുള്ളവരുടെ മേലെ അവർക്ക് പക വരുന്നത് പോലെ ആക്കിയെടുക്കട്ടെ. അത് കേട്ടത് മോളെ, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പോയാൽ ദേവയാനിയെ കയ്യിൽ എടുത്തോളണം. ദേവയാനിയെ കയ്യിലെടുത്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അതൊക്കെ എനിക്ക് വിട്ടുവന്ന രച്ച ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ അനാമിക ഇങ്ങനെ ഇരിക്കുക. എന്തൊക്കെയായാലും അനിമോനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ നീ വളച്ചെടുത്ത് നിന്റെ വലയിലാക്കിയാൽ മതി മോളെ. പിന്നെ നമുക്ക് അനന്തപുരി ഒന്ന് ഇളക്കി മറിക്കാം എന്നൊക്കെ പറഞ്ഞ് വേണം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഈ സമയം രേവതി, മോളെ
എന്തായാലും ആ ദേവയാനി ചേച്ചിയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അവളുമാരെ അവിടെ നിന്ന് പുറത്താക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഇത് കേട്ടതും നമ്മുടെ അനാമിക ആലോചിക്കുക. അത് ശരിയാ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ നിർബന്ധിച്ച് തന്നെയായിരുന്നു കരൾ കൊടുക്കെന്നും പറഞ്ഞ്. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. മോള് പോകുമെന്ന് വേണ്ട മോളെ, ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും സമയം പിന്നീട് കാണിക്കുന്ന കനകയാണ്. കനക നയനയെ കയറി കാണുക. നയനയെ കണ്ടതും കനകയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ നയന എന്തിനാ അമ്മയെ കരയുന്നേ എന്ന് ചോദിക്കുകയാണ്. സങ്കടം സഹിക്കുന്നില്ല മോളെ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടതും അതിനിങ്ങനെ കരയാ വേണ്ടേ? എനിക്കൊരാപത്തും ഇല്ലമ്മേ, നിങ്ങളൊക്കെ പേടിച്ചതുപോലെ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്ക്. ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടെ തന്നെയാണ് കിടക്കുന്നത്. എന്നാലും മോളെ, നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഈ അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ. എന്നാലും നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഞാൻ ചെയ്തത് നല്ല കാര്യമല്ല അമ്മേ. എൻ്റെ മോളെ, ഇത്രയും ധൈര്യമുള്ള നീ തന്നെ ഇങ്ങനെ കരഞ്ഞാലോ? അമ്മയെ സമാധാനിപ്പിക്കുന്ന അന്തു എന്നും നയന. അത് കേട്ടതും എനിക്ക് പറ്റുന്നില്ല ചേച്ചിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. അതിന് ഞാൻ തളർന്നു കിടക്കൊന്നും അല്ലല്ലോ മോളെ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമല്ലേ. ചേച്ചി ചെയ്തത് മറ്റൊരാൾക്ക് സഹായമല്ലേ. അങ്ങനെയുള്ളപ്പോൾ കുറ്റപ്പെടുത്താൻ പാടില്ല മോളെ, സങ്കടപ്പെടാനും പാടില്ല, സന്തോഷിക്കുക. അങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയതിന് ദൈവത്തോട് നന്ദി പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നന്ദുവിനെ ഉപദേശിക്കുകയാണ്. ഈ സമയം കനകയോട് നയന, അമ്മ ആദർശേട്ടന് വല്ലതും പറഞ്ഞായിരുന്നോ? അത് പിന്നെ മോളെ, അമ്മയ്ക്ക് വിഷമം വന്നപ്പോൾ വേണ്ടമ്മേ, അവരൊന്നും പറയരുത്. അവർ ഇത് വേണ്ടെന്ന് എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞതാ. പിന്നെ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ അച്ഛനും ഇതറിയാൻ പാടില്ല. ആദർശനും അച്ഛനും അമ്മയൊക്കെ പാവങ്ങളമ്മേ. നമ്മളതുകൊണ്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ചൊക്കെ നിന്നാൽ മതി. ഇല്ല മോളെ, എന്നാലും നിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. എന്തിനാ പേടിക്കുന്നേ? ഇവിടെ നിന്ന് ആശുപത്രി വിട്ടാൽ ഞാൻ നേരെ വരുന്നത് നമ്മുടെ നന്ദാവനത്തിലേക്കായിരിക്കും. അവിടെ വന്ന് ഇനി എൻ്റെ മുറിവൊക്കെ ഉണങ്ങിയിട്ടേ ഞാൻ തിരിച്ച് അനന്തപുരിയിലേക്ക് പോകും. പോരെ? അതിനിടയിൽ ചേച്ചി സന്തോഷമായിട്ട് അവിടെ നിൽക്കട്ടെ. പാവം ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് സങ്കടം. അമ്മേ, അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല മോളെ, ദേവയാനി ചേച്ചിക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങാനും ഇങ്ങോട്ട് കയറി വരുമെന്ന് അറിയില്ല. അയ്യോ, അച്ഛൻ അറിയാതെ പരമാവധി നോക്കണം അമ്മേ. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അച്ഛന് സങ്കടം കൊണ്ട് വീണ്ടും വല്ല അറ്റാക്കം വന്നാൽ പണി കിട്ടും അമ്മേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് കിടന്നോ, അധികം സംസാരിക്കണ്ട, ചിലപ്പോൾ വയറ് വേനെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും നന്ദുവും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം അവർ പോയതും നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്കാണ് നേരെ ചെല്ലുന്നത്. അപ്പോൾ ദേവയാനിയും ICU തന്നെ കിടക്കുക. എനിക്ക് വയറിന് നല്ല വേദനയുണ്ട്. എന്നാൽ നിങ്ങളെ കാണുമ്പോൾ അതിനേക്കാളും ഡബിൾ മടങ്ങ് വേദനയാണ് വയറ്റിനകത്ത് വരുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറി വരരുതെന്ന്. പിന്നെ എന്തിനാ വന്നത്? ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് എൻ്റെ മോൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊണ്ടുവന്നതാ. ഞാൻ ചത്തോന്നറിയാൻ വേണ്ടി അല്ലടി വന്നത് നമ്മുടെ ദേവയാനിയുടെ ചോദ്യം. അത് കേട്ടതും നന്ദുവിന് ദേഷ്യം വരിക. പക്ഷെ നന്ദു പല്ല് കടിച്ച് പിടിച്ച് നിൽക്കുക. കാരണം ഒന്നും പറയരുതെന്നാണല്ലോ ആദർശം നയനയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയം അല്ല എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു കാര്യം ഞാൻ പറയാം. മനുഷ്യൻ്റെ മനസ്സമാധാനം കളയാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നോളും, നാണോ ഇല്ലല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടതും ദേവയാനിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നോണ്ടോന്ന് കാണണമെന്ന് തോന്നിയതുകൊണ്ടാണ് വന്നത്. ഇല്ലെങ്കിൽ വരില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാം കൊണ്ടും അനന്തപുരിയിൽ ജീവിക്കാനുള്ള യോഗ്യത അനാമിക മോൾക്ക. അത് കണ്ട് നയനയും നവ്യയും പഠിക്കണം. അല്ലാതെ അവിടെ നിന്ന് കുശുമ്പും പുന്നായ്മയും കാണിച്ചുകൊണ്ടിടക്കല്ല വേണ്ടത്. എൻ്റെ വയറ്റിനകത്ത് നല്ല വേദനയുണ്ടെങ്കിലും ആ വേദനയൊക്കെ മാറുന്നത് എൻ്റെ മോനെയും ഭർത്താവിനെയൊക്കെ കണ്ടിട്ടാ, പിന്നെ എൻ്റെ അനാമിക മോളെയും. എന്നാൽ ആ വേദന കൂടുന്നത് നയനയും ഇവിളെയൊക്കെ കണ്ടിട്ടാ. അനയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പോഴും അനന്തപുരിയിൽ കയറിക്കൂടാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേടി? ഒരിക്കലും ഇല്ല വല്യമ്മേ, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് എന്ത് നടന്നാലും എനിക്കറിയാം. അനാമിക മോളെ കണ്ടുപഠിക്കാൻ നിന്റെ ചേച്ചിമാരോട് പറ എന്നും പറയാമോ? പിന്നെ അവളെ പോലെ ഒരു ലോകതരികിട ഈ ലോകത്തില്ല. പിന്നെയാണ് അവളെ ഇതാക്കാൻ പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം നമ്മുടെ ദേവയാനി എന്തിനിങ്ങനെ നോക്കി നിൽക്കുന്നത്? നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്? അത് കേട്ടതും ഒന്ന് കാണണമെന്ന് തോന്നി, വന്നു കണ്ടു, ഇനി പോവുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നയനയോടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് നല്ലവർ ആരാണ് ചീത്തയെന്ന്. അതൊക്കെ എനിക്ക് പണ്ടേ മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട.
അത് കേട്ടതും നമ്മുടെ കനകയും നന്ദുവും അവിടെ ഒന്നും പോവുക. ഈ സമയം ആദർശ് വെളിയിൽ നിൽക്കുക. ആ മോനെ, ഞങ്ങൾ നയനമോളെ കയറി കണ്ടായിരുന്നു. ആ മോൾക്കിപ്പോൾ ബോധം വീണിട്ടുണ്ട്. പിന്നെ മോൻ്റെ അമ്മയും കണ്ടു. വാക്കുകൾ അത്ര ശരിയായിട്ടല്ല പറഞ്ഞത്. സങ്കടവും ദേഷ്യവും എല്ലാം കടിച്ചമർത്തി ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് മോനെ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ട്. അമ്മ എന്തിനാ അങ്ങോട്ട് പോയത്? ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അമ്മയുടെ സ്വഭാവം അറിയാമായിരുന്നിട്ടും അമ്മയ്ക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകല്ലോ മോനെ, അതുകൊണ്ട് പോയതാ. എന്നാൽ ശരി മോനെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് മാറുക. ഈ സമയം ആദർശ് നയനയെ കാണാനായിട്ട് ഐസിയിലേക്ക് കയറുക. എന്നിട്ട് നയനയുടെ കൈയെടുത്ത് പിടിച്ചു. അതിനുശേഷം സ്നേഹത്തോടെ കയ്യിലൊന്ന് തടവി. എന്താ ആദർശേട്ടാ, എന്തു പറ്റി എന്ന് നയനയുടെ ചോദ്യം. അത് കേട്ടതും ഒന്നുമില്ല നയനെ, ആകെ മൊത്തം എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുക. നീ എന്തിനെങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്താ ആദർശേട്ടാ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അത് കാര്യമാക്കണ്ട, അമ്മയ്ക്ക് സങ്കടമുള്ളതുകൊണ്ടാ. അതെനിക്കറിയാലോ. പക്ഷേ എന്നാലും ആദർശ് നയനെ, നീ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അമ്മ ഇപ്പോഴും നിന്നെ അംഗീകരിച്ചിട്ടില്ല. സാരല്ല ആദർശേട്ടാ, എനിക്ക് വേണ്ടി ആദർശേട്ടൻ കരയരുത്. ഞാനിനി എന്നും നിന്റെ ദാസനായിരിക്കും നയനെ, നിന്റെ ദാസൻ. അത് കേട്ടതും അതൊന്നും വേണ്ട. ആദർശേട്ടൻ എൻ്റെ ഭർത്താവായിരുന്നാൽ മതി. ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയായി തന്നെ ഇരുന്നോളാം. വേറെ ഒരു സ്ഥാനവും എനിക്ക് തരണ്ട എന്നും പറയേ. പിന്നെ ആദർശ് കണ്ണുനീർ തുടച്ചിട്ട് ഇങ്ങനെ ഞാൻ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.